ഹായ് കൂട്ടുകാരെ, ഇത് ഞാനും ഇഷാനും. ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൃഗശാലയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള അക്വേറിയം കാണാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. അവധി സമയം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും ചിൽഡ്രൻസ് പാർക്കിന് അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ അക്വേറിയം വരുന്നത്. അപ്പോൾ ഒരുപാട് സമയങ്ങളാണ് ഞങ്ങൾ അകത്ത് കയറി. ധാരാളം മീനുകളെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. എല്ലാത്തിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല, പക്ഷേ ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് എല്ലാത്തിൻ്റെയും പേരും ഡീറ്റെയിൽസും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ധാരാളം ഈ ഫിഷിംഗ് യൂട്യൂബേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ മോനൊക്കെ ഇതിനകത്ത് പല മീനുകളുടെയും പേരുകൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. നമ്മളിതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലല്ലോ. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെപ്പോലെ തന്നെ കുറേ പേര് ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല നിറങ്ങളുള്ള കുറേ മീനുകൾ, കുറേ സമയം നമുക്ക് വളരെ ഭംഗിയായിട്ട് കളയാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്വേറിയം എന്ന് പറയുന്നത്. വലിയ മീനുകളും ചെറിയ മീനുകളുമൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നുമല്ല അക്വേറിയം. വീട്ടിലാണെങ്കിലും ഞാനതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. പക്ഷെ മോനും ഹസ്ബൻഡും ഇത് കാര്യമായി ശ്രദ്ധിക്കുകയും അതിൻ്റെ പരിപാലനവും ഒക്കെ ആയിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആകുന്നത് കാണാറുണ്ട്. എനിക്കെന്തോ അതിലത്ര ഇൻട്രസ്റ്റ് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഇത് പുറത്തുനിന്ന് വെറുതെ കണ്ടുകൊണ്ട് നിൽക്കാൻ വളരെ രസമാണ്. കൂടെ അറിയാവുന്ന ഒരു പേര് അരാപ്പയ്മയായിരുന്നു. അല്ലാതെ ബാക്കി മീനുകളുടെ ഒന്നും പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ. തിരുവനന്തപുരത്ത് വരുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു അനുഭവമാണ് മൃഗശാല, അതിനോടടുത്ത് നിൽക്കുന്ന അക്വേറിയം, അങ്ങനെ സ്നേക്ക് പാർക്ക്, അതൊക്കെ. അപ്പോൾ ഞങ്ങളും മക്കളും ഒക്കെ ഇത് സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു.